കഥ തുടങ്ങുന്നത് കറുപ്പും വെളുപ്പും കലർന്ന ഒരു വ്യാവസായിക നഗരത്തിലാണ്. എങ്ങും കൽക്കരിപ്പുക നിറഞ്ഞിരിക്കുന്നു. ചെവിക്കല്ല് തകർക്കുന്ന യന്ത്രങ്ങളുടെ ശബ്ദം. ഇതാണ് ഹെൻറി സ്പെൻസർ എന്ന നമ്മുടെ കഥാനായകന്റെ ലോകം. വിചിത്രമായ ഹെയർ സ്റ്റൈലോടെ അവൻ തണുതുറഞ്ഞ ഒറ്റപ്പെട്ട റൂമിൽ ഇരിക്കുന്നു. അങ്ങനെ ഹെൻറി അവന്റെ കാമുകി മേരി എക്സിന്റെ വീട്ടിലേക്ക് പോകുകയാണ്. ഡിന്നർ ടേബിളിൽ എല്ലാം വിചിത്രമാണ്. വിചിത്രമായി പെരുമാറുന്ന കുടുംബം. ഡിന്നർ ടേബിളിലെ ഏറ്റവും വിചിത്രമായ കാഴ്ച ചലിച്ചുകൊണ്ടിരിക്കുന്ന രക്തമൊഴുകുന്ന കോഴിയുടെ മാംസമാണ്. പെട്ടെന്ന് മേരിയുടെ അമ്മ ഒരു സത്യം പറയുന്നു. മേരി ഗർഭിണിയാണ്. ചോദ്യങ്ങളില്ല. ഹെൻറിയും മേരിയും ഒരുമിച്ച് ജീവിക്കാൻ നിർബന്ധിതരാകുന്നു. താമസിയാതെ അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നു. അതൊരു സാധാരണ കുഞ്ഞല്ല, ഒരു വികൃത ജീവിയാണ്. തുണിയിൽ പൊതിഞ്ഞ നിരന്തരം കരയുന്ന ഒന്ന്. അതിന്റെ കരച്ചിലിൽ അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഇത് അവരുടെ ബന്ധത്തെ തകർക്കുന്നു. ഭീകരത സഹിക്കാനാവാതെ മേരി ഹെൻറിയെ ഉപേക്ഷിച്ചു പോകുന്നു. ഹെൻറി ഇപ്പോൾ കുഞ്ഞിനൊപ്പം ആ റൂമിൽ ഒറ്റപ്പെടുന്നു. ഒറ്റപ്പെട്ട ഹെൻറിയുടെ മനസ്സിൽ വിചിത്രമായ സ്വപ്നങ്ങൾ നിറയുന്നു. അവൻ റൂമിലെ റേഡിയേറ്ററിലേക്ക് നോക്കുന്നു. അവിടെ ഒരു സ്ത്രീ നൃത്തം ചെയ്യുന്നു, പാടുന്നു. ഒരു സ്വപ്നത്തിൽ അവന്റെ തല ഊരിയെടുത്ത് റബ്ബറിനുള്ള എറേസറായി ഉപയോഗിക്കുന്നു. സ്വന്തം ജീവിതത്തിന്റെ നിയന്ത്രണം അവന് നഷ്ടപ്പെടുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ അസഹനീയമാണ്. ഹെൻറി ആ ജീവിയെ നശിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അവൻ അതിന്റെ കെട്ടുകൾ അഴിക്കുന്നു. ആ നിമിഷം റൂം മുഴുവൻ പ്രകാശത്താൽ നിറയുന്നു. റേഡിയേറ്ററിലെ സ്ത്രീ മുന്നോട്ട് വന്ന് ഹെൻറിയെ ആലിംഗനം ചെയ്യുന്നു. ചോദ്യങ്ങളൊന്നും അവശേഷിപ്പിക്കാതെ ഈ വിചിത്രമായ അനുഭവം ഇവിടെ അവസാനിക്കുന്നു. ഇതാണ് ഡേവിഡ് ലിഞ്ചിന്റെ എറേസർ ഹെഡ് എന്ന സ്റ്റോറി. എങ്ങനെയുണ്ട്? ഈ സിനിമ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവാം. അതിനുള്ള പ്രധാന വ്യാഖ്യാനങ്ങൾ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് തീർച്ചയായും വായിക്കുക. ഈ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇതുപോലുള്ള അധികമാർക്കും അറിയാത്ത കഥകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.